Pastor Clive Gopalne introduce ചെയ്യണമെങ്കിൽ Pastor Clive Gopal Conquering Through Prayer Ministries Durbanle ചർച്ചിൻ്റെ ഫൗണ്ടറും സീനിയർ പാസ്റ്ററുമാണ്. പാസ്റ്റർ ക്ലൈവ് ഗോപാൽ, തൻ്റെ ഭാര്യ സാൻഡ്ര ഗോപാൽ, 2 മക്കളാണുള്ളത്. ശക്തമായിട്ടും ഡർബൻ പട്ടണത്തിൽ ദൈവം എടുത്ത് ശക്തമായിട്ടും ഉപയോഗിക്കുന്ന ദേവദാസന്മാരിൽ പെട്ട ഒരു ശ്രേഷ്ഠ ദേവദാസനാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ദുബായ് പ്രെയർ സെമിനാറിൽ കടന്നു വരികയും തൻ്റെ വളരെ ഹെക്ടിക് സ്കെഡ്യൂളിൻ്റെ മധ്യയിൽ 3 വർഷത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ദേവദാസനെ ദൈവം നമ്മുടെ മുമ്പാകെ നിർത്തുകയും ശക്തമായിട്ടും ദൈവം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്ത ഒരു ദേവദാസനാണ്. ഇന്ന് നമ്മുടെ മധ്യേ പ്രിയ പാസ്റ്റർ ക്ലൈവ് ഗോപാൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ ജക്സി പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും ഈ സമയം. We take this opportunity to invite Pastor Clive Gopal to come onto the stage, and Pastor Jaxi Matthew will be translating for us. I request you to come on stage. Let's all give him a wonderful clap offering. Loudly, Shaktamai. Yes. Thank you. Thank you. Good morning to all of you in the precious name of Jesus. And it is a wonderful joy for us to be here today to pray and to worship our God. And today we want you to receive everything God has for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകലവിധമായ നന്മകളും നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I believe God is a good God. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നല്ലവനാകുന്ന ദൈവമാണ്. We want to say a special thank you to Pastor Jaxi for inviting us today. Thank you. And you have been a very blessed and wonderful brother. Thank you. Amen. Amen. Today we want to speak to you from John chapter 15, reading from verse 1 to 5. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാൽ ചിന്തിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനോ ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞോ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. The Bible says Jesus is the true vine. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു കർത്താവായ യേശുവാണ് സാക്ഷാൽ മുന്തിരിവള്ളി. You and I are the branches. ഞാനും നിങ്ങളും ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളായിരിക്കുന്നു. The branch cannot be by itself. ആ കൊമ്പിന് സ്വയമായിട്ട് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. For when it is by itself, it cannot bear fruit. കൊമ്പ് സ്വയമായി നിൽക്കുന്നുവെങ്കിലോ അതിന് ഫലം കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. But when the branch abides in the vine, എന്നാൽ കൊമ്പ് മുന്തിരിവള്ളിയുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്നുവെങ്കിലോ we will bear fruit. നാം ഫലം കൊടുക്കുന്നവരായി മാറ്റപ്പെടുവാനായിട്ടിടയായി തീരും. Your fruit നിങ്ങളുടെ ഫലം is dependent on your relationship with God. ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവുമായിരിക്കുന്ന ബന്ധത്തിലായിരിക്കും അത് വെളിപ്പെടുന്നത്. If you abide in Him, നിങ്ങൾ അവനിൽ പറ്റിച്ചേർന്നിരിക്കുന്നുവെങ്കിലോ you don't have to ask for blessings. അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യങ്ങളില്ല. He will give you blessings അവൻ നിങ്ങൾക്ക് അനുഗ്രഹത്തെ നൽകി തരും. because you abide in Him. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവനിലാണ് വസിക്കുന്നത്. Our Bible says to us ദൈവത്തിന്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു that when you start walking with the Lord, നാം ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ He is going to purge you. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നവനാകുന്ന ദൈവമാണ്. He is going to clean you. അവൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ ഇടയാകുന്നു. In agriculture we call it pruning. നമ്മൾ ഈ അഗ്രികൾച്ചർ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ അതിനെ വെടിപ്പാക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. How many of you at some stage have seen that the Lord will cut off some branches? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും നിങ്ങളുടെ ചില കൊമ്പുകളെ കർത്താവ് വെട്ടി മാറ്റി എന്നുള്ളത്? I went to a farm one day.
ഒരിക്കലും ഞാനൊരു ഫാമിലേക്ക് കടന്നുപോയി. And I saw all these beautiful trees with fruit. വളരെ മനോഹരമായിരിക്കുന്ന വൃക്ഷങ്ങളോ അതിന്റെ ഫലങ്ങളോടുകൂടി ഞാൻ കണ്ടു. But one of these trees, they have cut off most of the branches. എന്നാൽ അതിനകത്ത് ഒരു വൃക്ഷത്തെ അതിന്റെ തണ്ടുകളൊക്കെയും വെട്ടിവെച്ചിരിക്കുന്നതായിട്ട് So ഞാൻ I കണ്ടു. asked the farmer, ഞാൻ ആ കൃഷിക്കാരനോട് why did you cut off all the branches? എന്തുകൊണ്ടാണ് നീ ഈ വൃക്ഷത്തിൻ്റെതായിരിക്കുന്ന കൊമ്പുകളൊക്കെ മുറിച്ചു കളഞ്ഞിരിക്കുന്നത്? He said to me, in the last harvest, those branches didn't bear much fruit. എന്നോട് പറഞ്ഞത് കഴിഞ്ഞ വർഷം കൊയ്ത്തിന്റെ സമയത്തോ വേണ്ടതായിരിക്കുന്ന ഫലം കൊടുക്കുവാനായിട്ട് കൊമ്പുകൾക്ക് സാധിച്ചില്ല. So as a farmer, I have to prune it. അതുകൊണ്ട് ഒരു കൃഷിക്കാരനായിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ വെടിപ്പാക്കേണ്ടത് ആവശ്യമാണ്. When it comes harvest time again, എന്നാൽ വീണ്ടും കൊയ്ത്തിന്റെ വിളവിന്റെ സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ, because the branches are pruned and cut off, ആ കൊമ്പുകള് ഞാൻ ചെത്തി വെടിപ്പാക്കിയത് കൊണ്ട് this tree is going to produce more fruit. ഈ വൃക്ഷം അധികം ഫലം കൊടുക്കുവാനായിട്ട് കാരണമായി തീരും. You need to understand, sometimes you have to go through pain to get God's gain. ദൈവത്തിൽ നിന്ന് പക്കൽ നിന്നുള്ളതായിരിക്കുന്ന ഫലം പ്രാപിക്കേണ്ടതിനോ ചില നിമിഷങ്ങളിൽ നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് കടന്നു വരും. When God cuts off your branches, He's not punishing you. ദൈവം നമ്മുടെ കൊമ്പുകളെ മുറിച്ചു കളയുന്നുവെങ്കിലോ അത് നമ്മളെ When God cuts off your branch, at the next harvest, you are going to get more fruit. ദൈവം നമ്മുടെ കൊമ്പുകളെ ചിലതിനെ മുറിച്ചു കളയുന്നതായ സമയത്തോ അടുത്ത വർഷത്തിലോ വീണ്ടും അധികം ഫലം കായ്ക്കുവാൻ തക്കണ വൃക്ഷത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. Because Jesus is the vine. എന്തുകൊണ്ടാണ് യേശുവാണ് മുന്തിരിവള്ളി. He says, if the branch abide in me and I in the branch, you will bear much fruit. കർത്താവ് യേശു പ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ കൊമ്പ് മുന്തിരി വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാനായിട്ട് കഴിയുകയില്ല. The Bible goes on to say that He cleans us through the word. ദൈവത്തിന്റെ തിരുവചനത്താലാണോ നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ട് ചെത്തി വെടിപ്പാക്കുന്നത്. God cannot bless you when you double-minded. നിങ്ങൾ ഇരുമനസ്സുള്ളവരാകുന്നുവെങ്കിലോ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് സാധ്യമല്ല. You cannot have evil in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടത വെച്ചുകൊണ്ട് sin brings cursing. പാപം ശാപത്തെയാണ് കൊണ്ടുവരുവാൻ കാരണമാകുന്നത്. But the blood of Jesus brings blessing. എന്നാൽ യേശുവിന്റെ രക്തമാണോ അനുഗ്രഹത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. You don't have to live in condemnation. നിങ്ങൾ ശിക്ഷാവിധിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട നോക്കേണ്ട കാര്യമില്ല. Everybody did something wrong in their past. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലും വിധ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ്. Thank God for the blood of Jesus. എന്നാൽ നസ്രനായ യേശുവിന്റെ രക്തത്തിലോ ഞാൻ സന്തോഷിക്കുകയാണ്. I'm not living in my past sin. ഞാൻ ജീവിക്കുന്നത് എന്റെ പഴയ പാപത്തിലല്ല ജീവിക്കുന്നത്. I'm not living in my past defeats. എന്റെ പഴയ തോൽവിയിലല്ല ഞാൻ ഇന്ന് ജീവിക്കുന്നത്. I'm living in today's blood of Jesus. ഇന്ന് ഞാൻ ആയിരിക്കുന്ന യേശുവിന്റെ രക്തത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. There is power in the blood. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. I don't walk with my head down. എന്റെ തല കുനിച്ച് ഞാൻ നടക്കേണ്ട ആവശ്യമില്ല. I walk with my head up. എന്റെ തല ഉയർത്തിക്കൊണ്ട് എനിക്ക് നടക്കുവാനായിട്ട് സാധിക്കും. God doesn't treat us as servants. ദൈവം നമ്മെ ഒരു ദാസനായിട്ടല്ല കണക്കാക്കുന്നത്. God treats us as His children. ദൈവം നമ്മെ കണക്കാത്ത തന്റെ മക്കളായിട്ടാണ് You're a son of God. നിങ്ങൾ ദൈവത്തിന്റെ You're a മക്കളായിരിക്കുന്നു. daughter of God. നിങ്ങൾ ദൈവത്തിന്റെ And പുത്രിമാരായിരിക്കുന്നു. He is our heavenly Father. അവൻ യേശുവാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. I believe ഞാൻ വിശ്വസിക്കുന്നു God is saying something to us this morning. ദൈവം ഇന്ന് പകൽക്കാൽ ചില കാര്യം നമ്മോട് സംസാരിക്കുന്നു. He says the branch cannot bear fruit of itself കൊമ്പിന് സ്വയമായിട്ട് ഫലം കായ്പാനായിട്ട് കഴിയില്ല. except it abide in the vine. അത് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. He says, he that abideth in me എന്നിൽ വസിക്കുന്നില്ല എങ്കിലോ and I in him, ഞാൻ അവനിൽ വസിക്കുന്നില്ല എങ്കിലോ the same bringeth forth much fruit. അങ്ങനെ വസിക്കുന്നവർ മാത്രമേ അധികം ഫലം കായ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. Now if you read the scripture with us today, ഇന്ന് വായിച്ചായിരിക്കുന്ന വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ there's 3 levels of fruitfulness. മൂന്ന് ഫലം കൊടുക്കുന്നതായിരിക്കുന്ന മൂന്ന് അളവുകളെ നമ്മൾ കാണുന്നുണ്ട്. First level, ഒന്നാമത്തെ ലെവല് he says you'll bear fruit. നിങ്ങൾ ഫലം കായ്ക്കണം. Second level, രണ്ടാമത്തെ അവസ്ഥ you'll bear more fruit. നിങ്ങൾ അധികം ഫലം കായ്ക്കണം. Third level, മൂന്നാമത്തെ അവസ്ഥ you will bear much fruit. നിങ്ങൾ വളരെയധികമായി ഫലം കായ്ക്കുവാനിടയായി തീരും. You need to understand today നിങ്ങൾ ഇന്ന് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. who are going to bear fruit, more fruit
much fruit? നിങ്ങൾ എത്ര പേര് ഫലം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു? അധികം ഫലം കൊടുക്കുവാൻ, ഏറ്റവും വളരെ മെച്ചമായ ഫലം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. According to the Bible, ദൈവത്തിന്റെ തിരുവചനത്തിൽ കൂടെ God will not give you more fruit, much fruit and fruit. God won't do that for you. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫലം തരിക, കൂടുതൽ ഫലം കൊടുക്കുക, അതിൽ വളരെയധികമായി ഫലം കൊടുക്കുക. The level you are committed to Him, നമ്മുടെ ജീവിതം എപ്രകാരം ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഫലം പുറപ്പെടുവാനിടയായി തീരുന്നത്. determines how much of fruit you will bear. എത്രമാത്രം ഫലമാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാനും നിങ്ങളുമാണ് സ്വയമായിട്ട് തീരുമാനിച്ച് ചിന്തിക്കേണ്ടത്. You can't be a backslidden Christian and have more fruit. നിങ്ങൾക്കൊരു പിന്മാറ്റക്കാരനായി തീർന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഫലം അധികമായിട്ട് കൊടുക്കുവാൻ സാധ്യമല്ല. You can't be a prayerless Christian and get more fruit. പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസിയായി തീർന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി അധികം ഫലം കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. If you withhold your tithes and not give to God, you cannot bear much fruit. നിങ്ങളുടെ ദശാംശം ദൈവത്തിന് കൊടുക്കാതെ സ്വയമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുവെങ്കിലോ ദൈവത്തിന് വേണ്ടി അധികം ഫലം കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. When you commit your life to God, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. when you sacrifice everything to God, നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു you കൊടുക്കുമ്പോൾ, dedicate your heart to God. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി I ഏൽപ്പിക്കുമ്പോൾ, say to you this morning, ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, you will bear much fruit. നിങ്ങൾ അധികം ഫലം കായ്ക്കുവാനായിട്ട് ഇടയായി തീരും. Hallelujah. You will bear much fruit. നിങ്ങൾ അധികം ഫലം കൊടുക്കുവാനായിട്ട് കാരണമായി തീരും. God says the wealth of the heathen is laid up for the righteous. ദൈവത്തിന്റെ തിരുവചന പ്രകാരം പറയുന്നു, ജാതികളുടേതായിരിക്കുന്ന സമ്പത്ത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. Your God is greater than any other. നിങ്ങൾ നമ്മുടെ ദൈവം മറ്റ് സകലത്തെക്കാൾ Your വലിയവനായ God is ദൈവമാണ്. all powerful. നമ്മെ വിളിച്ചവനായ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്. And therefore today, അതുകൊണ്ട് ഇന്ന് it says many Christians അനേക ക്രിസ്ത്യാനികളോ are in the outer court. ഇന്ന് പുറത്ത് ആയിരിക്കുന്നു, പ്രാകാരത്തിലായിരിക്കുന്നു. Moses was given the mandate to build the tabernacle. മോശയ്ക്ക് ദൈവം ഒരു കൽപ്പന കൊടുക്കുകയുണ്ടായി, സമാഗമന കൂടാരം പണിയുവാൻ. And some people only stand in the outer court. ഇന്നും അനേകര് വെളിയിലാണ് അവർ ജീവിക്കുന്നത്. They come to church and they clap their hands. അവർ പള്ളിയിലേക്ക് കടന്നു വന്ന് കരങ്ങൾ അടിക്കുന്നുണ്ട്, And they sing. അവർ പാടുന്നുണ്ട്, And they get happy. അവർ വളരെ സന്തോഷിക്കുന്നു. But they don't give God their hearts. എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി അവർ കൊടുക്കുന്നില്ല. Jesus said, യേശു പ്രകാരം പറഞ്ഞു, you worship me with your lips, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ എന്നെ but your ബഹുമാനിക്കുന്നു, heart is far from me. എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ ദൂരത്തായിരിക്കുന്നു. Today, ഇന്ന് when we come to the communion, നാം തിരുമേശയിലേക്ക് നാം കടന്നു we're വരുമ്പോൾ not going to give the Lord our lips, നമ്മുടെ അധരം കൊണ്ടുള്ളതായിരിക്കുന്ന സ്തോത്രങ്ങളല്ല, words, വാക്കുകൊണ്ടുള്ളതായിരിക്കുന്ന but we're going സ്തോത്രങ്ങൾ, to give the Lord our heart. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. We're going to give the Lord our hearts. നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കപ്പെടുന്നത്. You can't be double-minded. നമുക്ക് ഇനി മനസ്സുള്ളവരായിരിക്കാൻ സാധ്യമല്ല. We are not people pleasers. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല. We please Almighty God. നാം സർവശക്തനായ ദൈവത്തെയാണ് നാം പ്രസാദിപ്പിക്കുന്നത്. And when you come today, നാം ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു give വന്നിരിക്കുമ്പോൾ God your heart. ദൈവത്തിനാണ് നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കുക. I have seen people ഞാൻ ജനത്തെ ഇപ്രകാരം കണ്ടിട്ടുണ്ട്, who move out of the outer court അത് പുറത്ത് പ്രാകാരത്തിൽ നിന്നുകൊണ്ട് and come into the inner court, അവര് അകത്തേക്ക് കടന്നു വരുന്നതായിരിക്കുന്ന the അവസ്ഥകൾ. table of showbread, എന്നാൽ അവിടെ വെച്ചിരിക്കുന്നത് സമാഗമന കൂടാരത്തിൽ മേശമേലുള്ള the അപ്പമാണ്. incense. അവിടെ വെച്ചിരിക്കുന്നത് അപ്പം All വെച്ചിട്ടുണ്ട്. of a sudden, എന്നാൽ വളരെ പെട്ടെന്ന് you're no longer in the outer court. നിങ്ങൾ പുറത്തല്ല You ആയിരിക്കുന്നത്, come into the inner court. എന്നാൽ നിങ്ങൾ അകത്തേക്കാണ് കടന്നു When you വന്നിരിക്കുന്നത്. come into the inner court, നിങ്ങൾ അകത്ത് പ്രാകാരത്തിലേക്ക് കടന്നു You അകത്ത് no more- വിശുദ്ധ സ്ഥലത്ത് കടന്നു വരുമ്പോൾ you're no more just healed. നിങ്ങൾ സൗഖ്യമായി എന്ന് And delivered. വിടുവിക്കപ്പെടുന്നു. Now you become a priest. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പുരോഹിതന്മാരായി മാറ്റപ്പെടുകയാണ്. You know how to worship God. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നു. All the ceremonial things are in the inner court. എല്ലാവിധമായിരിക്കുന്ന സാമൂഹികമായിരിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെയും വെളിയിലാണ് ആയിരിക്കുന്നത്. The Bible calls it the holy place. ദൈവത്തിന്റെ തിരുവചനം പറയുന്ന വിശുദ്ധ സ്ഥലം. When you are in the holy place, നിങ്ങൾ ആ വിശുദ്ധ സ്ഥലത്തായിരിക്കുമ്പോൾ
You come before God നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്കാണ് കടന്നു and you വരുന്നത്. dedicate yourself completely to Him. ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് പരിപൂർണമായി നിങ്ങൾ സമർപ്പിക്കുന്നത്. And lots of people have come across from the outer court to the inner court. അനേക ദൈവമക്കളായി പറയപ്പെടുന്നവരോ And they starting അകത്തെ കടന്നു വരുന്നുണ്ട്. and they start to get blessed. അവർ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. They have God's peace. അവർ ദൈവ സമാധാനം They have അനുഭവിക്കുന്നു. joy സന്തോഷം അവർക്കുണ്ട്. because they are priests of God. എന്തുകൊണ്ടാണ് അവർ ദൈവത്തിന്റേതായ The പുരോഹിതന്മാരാണ്. Bible does not call you sinners. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ The പാപികളെന്നല്ല Bible says വിളിക്കുന്നത്. you're of a royal priesthood. ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത വർഗ്ഗമാണ്. You don't live in the outhouse. നിങ്ങൾ പുറത്തുള്ള വീട്ടിലല്ല You're താമസിക്കുന്നത്. not a stepchild. നിങ്ങൾ വീണ്ടെടുക്കും. നിങ്ങൾ You're not a stranger. നിങ്ങളൊരു അപരിതനല്ല. You are the priest of God. നിങ്ങൾ ദൈവത്തിന്റേതായ രാജകീയ പുരോഹിത വർഗ്ഗമാണ്. There's a special blessing ഒരു പ്രത്യേകമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. for those who know how to worship Him. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്ന് അറിയുന്നവര്. You know, in the last days, ഈ അവസാന കാലങ്ങളിൽ there are going to be two people രണ്ട് വിധങ്ങളുള്ള ആൾക്കാരെ കാണുവാൻ സാധിക്കും. that God is going to allow to usher in the last move of the Holy Ghost. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ ഈ അവസാന നാളുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. God is going to use the worshippers and the intercessors. ദൈവം ഈ അവസാന കാലങ്ങൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാധിക്കുന്നവരെയും മധ്യസ്ഥ വഹിക്കുന്നവരെയുമാണ്. God is preparing people ദൈവം അതിനുവേണ്ടി ജനത്തെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. who are going to be worshippers and intercessors. ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം, അതോടൊപ്പം തന്നെ ദൈവത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ഒരു When കൂട്ടം. you are a worshipper, നിങ്ങൾ ആരാധിക്കുന്ന ഒരു കൂട്ടമാണെങ്കിൽ you don't perform, നിങ്ങളത് പെർഫോം ചെയ്യല്ല you ചെയ്യുന്നത്. worship. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയാണ് When you ചെയ്യുന്നത്. worship, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ God says ദൈവം പറയുന്നു the praises come up ദൈവത്തോടുള്ള സ്തുതികൾ and the ഉയർത്തപ്പെടുകയാണ്. mercies will come down. ദൈവത്തിൻ്റെതായ കരുണ നിങ്ങളുടെ മേൽ കടന്നു Oh, വരികയാണ്. hallelujah. ഹല്ലേലൂയ. When you are an intercessor, നിങ്ങളൊരു മധ്യസ്ഥ വഹിക്കുന്നവനാകുമ്പോൾ you stand before God and the people. ദൈവത്തിന്റെയും ജനത്തിന്റെയും മുൻപിലാണ് നിങ്ങൾ നിന്നുകൊണ്ട് You don't accept defeat. നിങ്ങൾ പരാജയമല്ല അവിടെ നിങ്ങൾ കണക്കാക്കപ്പെടുന്നത്. You don't throw in the towel. നിങ്ങൾ വെറുതെ വലിച്ചെറിയപ്പെടുകയല്ല. You don't think negative. നിങ്ങൾ മോശത്തെ നെഗറ്റീവായി കാര്യം You ചിന്തിക്കുകയല്ല. know who you are? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. You will always bounce back. നിങ്ങൾ തിരിച്ചടിക്കുവാൻ തക്കണം വിളിക്കപ്പെട്ടവരാണ്. You will never give up. നിങ്ങൾ വിട്ടുകളയുവാനുള്ളവരല്ല. Because what you lost, God will restore. ദൈവം നിങ്ങൾക്ക് എന്ത് നഷ്ടമായോ Hallelujah. ദൈവം അത് മടക്കി തരുന്നവനാണ്. Yes, the devil has taken away some things from you. ദൈവ ദുഷ്ടനായ പിശാച് നിങ്ങൾ എന്തെങ്കിലും But I believe God's going to restore it. അത് പരിപൂർണമായി തിരിച്ചു തരുവാനായിട്ട് കൽപ്പിക്കുന്നു. In these days today, ഈ അവസാന നാളുകളിൽ we as Christians നാം ക്രിസ്ത്യാനികളോ must never give up. ഒരിക്കലും വിട്ടുകളയുവാൻ ഇടയാകരുത്. You know, I was watching the news this week. ഞാൻ ഈ ന്യൂസ് വായിച്ച് കണ്ടതായ സമയത്ത് Hurricane Sandy has hit New York City. സാൻഡി എന്നുള്ളതായിരിക്കുന്ന കൊടുങ്കാറ്റ് ന്യൂയോർക്ക് സിറ്റിയിൽ അടിക്കുവാൻ കാരണമായി തീർന്നു. They say around 70 people had died. 70 ആൾക്കാർ മരിച്ചുവെന്ന വാർത്തയുണ്ട്. And $20 billion of things have been destroyed. $20 billion സാധനങ്ങളോ സാമഗ്രികളോ നഷ്ടമായി. In the middle of all that, ഇതിന്റെയൊക്കെ മധ്യത്തില് the mayor said, അതിന്റെ മേയർ പറഞ്ഞു, we will bounce back. നമ്മൾ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. You can be in the biggest and darkest valley. നിങ്ങൾ ഈ ഇരുട്ടിൻ്റെതായിരിക്കുന്ന ഏറ്റവും അഗാധ കൂപത്തിലോ With നിങ്ങൾ God, ആകുമായിരിക്കും. you're gonna bounce back. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, നാം തിരിച്ചടിക്കുവാൻ കടപ്പെട്ടവരാണ്. You're not going to throw in the towel. നമ്മെ കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിയപ്പെടുവാനുള്ളവരല്ല. The devil can only steal from you. ദുഷ്ടനായ പിശാച് നമ്മൾ മോഷ്ടിക്കുവാനായിട്ട് സാധിക്കും. But God is going to restore to എന്നാൽ you. ദൈവമാണ് നമുക്കത് മടക്കി തരുന്നത്. Now, you move out of the outer court into the inner court. നാം പുറത്തുള്ള സ്ഥലത്ത് നിന്ന് വിശുദ്ധ സ്ഥലത്തിലേക്ക് നാം കടന്നു വന്നു. Now you go into what we call the Holy of Holies. നാം ഇനി കടന്നു പോകേണ്ടത് അതിവിശുദ്ധ സ്ഥലത്തിലേക്കാണ്. I call it ഞാൻ ഇപ്രകാരം പറയുന്നുണ്ട്, the 100-fold Christian. അവിടെയാണ് 100 മടങ്ങ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. I call the outer court
ഞാൻ പുറത്തുള്ള പ്രാകാരത്തെ കുറിച്ച് പറയുന്നത് 30-fold Christian. 30 ഫലം കൊടുക്കുന്നവരാണ്. I call the inner court ഞാൻ വിശുദ്ധ സ്ഥലത്തിലുള്ള ആൾക്കാരെ കുറിച്ച് കാണുന്നത് 60-fold Christian. 60% ഫലം But കൊടുക്കുന്നവര്. the Holy of Holies, എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു വരുമ്പോൾ 100-fold അവിടെ Christian. 100 മടങ്ങ് ഫലമാണ് കൊടുക്കുന്നത്. Watch this. നിങ്ങൾ ശ്രദ്ധിക്കുക. When you in the Holy of Holies, നിങ്ങൾ അതിവിശുദ്ധ സ്ഥലങ്ങളായിരിക്കുമ്പോൾ it's only you and God. നിങ്ങളും ദൈവം മാത്രമേ ഉള്ളൂ അവിടെയുള്ളത്. I can't come with you. എനിക്ക് നിങ്ങളോട് കൂടെ അവിടെ കടന്നു വരുവാൻ സാധ്യമല്ല. Pastor cannot come with you. പാസ്റ്റർക്ക് അവിടെ കടന്നു വരുവാൻ No സാധ്യമല്ല. one in your family can come with നിങ്ങളുടെ you. കുടുംബത്തിൽ ആർക്കും തന്നെ അവിടെ It's കടന്നു only വരുവാൻ you സാധ്യമല്ല. and God. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളും ദൈവം മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. You can't go beyond the veil നിങ്ങൾക്ക് ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുവാൻ without the സാധിക്കുന്നില്ല. blood of Jesus. യേശുവിന്റെ രക്തം മുഖാന്തരമല്ലാതെ. Your heart must be clean. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. Your hands must be pure. നിങ്ങളുടെ കരങ്ങൾ ശുദ്ധമായിരിക്കണം. Let me tell you, when you with God, നിങ്ങൾ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ your enemies become God's enemies. നിങ്ങളുടേതായ ശത്രു ദൈവത്തിന്റെ ശത്രുവായി മാറ്റപ്പെടുന്നു. Your battles become God's battles. നിങ്ങളുടേതായ യുദ്ധം ദൈവത്തിന്റെ യുദ്ധമായി മാറ്റപ്പെടുന്നു. Because when you in the presence of God, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ greater is He that is in you നിങ്ങൾ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. than he that is in the world. ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങൾ ഉള്ളവൻ. You are a mighty conqueror, നിങ്ങളൊരു ഒരു ജയാളിയാണോ? but you nothing without God. എന്നാൽ ദൈവമില്ലായെങ്കിൽ ഒന്നും You are കഴിയില്ല. nobody without God. ദൈവമില്ലായെങ്കിൽ നിങ്ങൾക്ക് ഏതുമില്ല. But with God, എന്നാൽ you are ദൈവമുണ്ടെങ്കിലോ a mighty conqueror. നിങ്ങൾ വളരെ ശക്തരായിരിക്കും, ജയാളിയാണോ? I believe today ഞാൻ വിശ്വസിക്കുന്നു ഇന്നോ God's going to give you some great victories. ദൈവം ചില വിജയങ്ങൾ തരുവാനായിട്ട് God's going to take you from one level to the next. ദൈവം നിങ്ങളെ ഒരവസ്ഥയിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. You going through pain. നിങ്ങൾ വേദനയിൽ കൂടെ കടന്നു You പോകുമായിരിക്കും. going through tears. നിങ്ങൾ കണ്ണുനീരിൽ കൂടെ കടന്നു My പോകുന്നവരായിരിക്കും. Bible says എന്നാൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, tears is for a night, but joy is coming in the morning. കണ്ണുനീരിന് ഒരു സമയമുണ്ട്, സന്തോഷം അതിന് പിന്നാലെ കടന്നു വരുന്നു. God is going to fill you with joy. ദൈവം നിങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കുന്നു. Joy will fill your heart. ദൈവം ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് He's നിറയ്ക്കുന്നു. going to take your tears നിങ്ങളുടെ കണ്ണുനീരവൻ തുടച്ചു മാറ്റുവാൻ and ആഗ്രഹിക്കുന്നു. send it like rain from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് മഴ പോലെ അനുഗ്രഹം പകരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. Don't be discouraged today. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. Don't give up today. നിങ്ങൾ വിട്ടുകളയുവാൻ ഇടയാകരുത്. You are in church നിങ്ങൾ ഇത് സഭയിലായിരിക്കുന്നു, not because it's church, അത് സഭയായതുകൊണ്ടല്ല, but because there's a mighty God here എന്തുകൊണ്ടാൽ today. ദൈവം നിങ്ങളെ ഒരു പ്രത്യേകമായി വിളി കൊണ്ട് വിളിച്ചതാണോ നിങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുവാൻ You കാരണം. must go home more stronger. നിങ്ങൾ ഇവിടുത്തെ കടന്നു ഭവനത്തിലേക്ക് കടന്നു പോകേണ്ട You must go ശക്തന്മാരായിട്ടാണ്. home with faith. നിങ്ങൾ വിശ്വാസത്തോടു കൂടെ കടന്നു പോകുവാൻ. What the devil said you cannot do, എന്താ പിശാച് പറയും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധ്യമല്ലെന്നോ? God is saying you will be able to do. ദൈവം പറയും നിങ്ങൾക്ക് ചെയ്യുവാൻ All സാധിക്കുമെന്നാണ് things are പറയുന്നത്. possible. എല്ലാം I said സാധ്യമാണ്. all things are possible. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. I pray over you and your family miracles. ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി അത്ഭുതങ്ങൾക്ക് I വേണ്ടി pray പ്രാർത്ഥിക്കുന്നു. God will answer your prayers. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരട്ടെ. I say you will be blessed coming in, നിങ്ങളുടേതാർക്ക് അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ മേൽ കടന്നു blessed വരട്ടെ. going out. നിങ്ങൾ വെളിയിൽ കടന്നു പോകുമ്പോൾ Blessings will follow, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ and the പിന്നാലെ കടന്നു blessings വരട്ടെ. will overtake you, അനുഗ്രഹം നിങ്ങളെ പരിപൂർണമായി മൂടട്ടെ. because God is your Father. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളുടെ പിതാവായതുകൊണ്ട്. If you trust in a man will fail you. മനുഷ്യനിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ മനുഷ്യൻ നിങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് But സാധിക്കും. if you trust in God, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, God will never fail you. ദൈവം ഒരിക്കലും നമ്മെ തോൽപ്പിക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. God will make a way for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്നു God തരും. will help you. ദൈവം നിങ്ങളെ സഹായിക്കും. Today, ഇന്നോ take your tears, നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുക, give it to God. ദൈവത്തിനായിട്ട് കൊടുക്കുക. God will send it as blessings from heaven. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് അനുഗ്രഹമായിട്ട് അത് പകരട്ടെ. He'll turn it around for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റിത്തരും. Don't carry that burden. നിങ്ങൾ ആ ഭാരവുമായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. Jesus is your burden bearer. യേശുവാണ് നിങ്ങളുടെ ഭാരം ചുമക്കുന്നവൻ. Why do you want to work it out? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അതിനു വേണ്ടി പിന്നാലെ You പ്രവർത്തിക്കുന്നത്? don't have the answer, നമുക്കൊരു ഉത്തരമില്ല, but God is the answer. എന്നാൽ ദൈവം മാത്രമാണ് നമ്മുടെ ഉത്തരമായിരിക്കുന്നത്. Hallelujah. This morning, my dear friends, ഇന്ന് ഈ പകൽക്കാലം I could see today many of you love God.
ഞാൻ ഒന്ന് കാണുന്നുണ്ട്, നിങ്ങൾ അനേകര് ദൈവത്തെ സ്നേഹിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. When you love God, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ God will show you His love. ദൈവം നിങ്ങളോട് തന്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. When you go into the Holy of Holies, നിങ്ങൾ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ He will show you His face. അവൻ തന്റെ മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. When you see the face of God, ദൈവത്തിന്റെ മുഖം നാം കാണുമ്പോൾ you will bow on your knees നാം മുട്ടുകളെ നാം മടക്കുകയാണ് ചെയ്യുന്നത്. and you will say, Holy, നാം ഇപ്രകാരം പറയുന്നു, വിശുദ്ധൻ വിശുദ്ധൻ holy, വിശുദ്ധൻ holy, വിശുദ്ധൻ holy വിശുദ്ധൻ is the Lord God Almighty. എന്റെ ദൈവം വിശുദ്ധനായിരിക്കും ദൈവമാണ്. Listen to what I'm about to say. എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുക. Don't chase blessings. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ പിന്നാലെ ഓടരുത്. Chase God. ദൈവത്തിന്റെ പിന്നാലെ നിങ്ങൾ ഓടുക. And blessings will chase you. അനുഗ്രഹം നിങ്ങളുടെ പിന്നാലെ കടന്നു വരുവാൻ Oh, ഇടയായിത്തീരും. hallelujah. When you chase God, നിങ്ങൾ ദൈവത്തിന്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ in His presence, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ there's fullness of joy. ദൈവത്തെ പൂർണ്ണമായിരിക്കുന്ന സന്തോഷം When അതിലൂടെയുണ്ട്. you in the presence of God, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുമ്പോൾ you don't have any needs. നിങ്ങൾക്ക് യാതൊരു ആവശ്യങ്ങളുമില്ല. Because God is the great I am. ദൈവമാണ് നമ്മുടെ സകലവും. God is the mighty one. ദൈവമാണോ? God is El Shaddai. അവനാണ് നമ്മുടെ എൽ ശദ്ദായ്. God is Jehovah Jireh. അവനാണ് നമ്മുടെ പ്രൊവൈഡർ. God is Jehovah Shalom. അവനാണ് നമ്മുടെ സമാധാനം. Jehovah Shalom അവനാണ് നമ്മുടെ സമാധാനം. means God is peace. ദൈവമാണ് നമ്മുടെ സമാധാനം. When the Bible says God is peace, ദൈവത്തിന്റെ തിരുവചനം പറയുന്നു ദൈവം സമാധാനം എന്ന് പറയുമ്പോൾ you know what it means? എന്താണ് അതിന്റെ അർത്ഥം? Nothing missing, nothing broken. ഒന്നുപോലും കുറയുന്നു കാണുന്നില്ല, ഒന്നുപോലും ഒടിഞ്ഞു പോകുന്നില്ല. When you have God's peace, നിങ്ങൾക്ക് ദൈവത്തിന്റെ സമാധാനം ഉള്ളപ്പോൾ nothing will miss in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ കുറഞ്ഞു കാണുന്നില്ല. Nothing will be broken in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ കുറഞ്ഞു Because കാണുന്നില്ല. God is your peace. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് നിങ്ങളുടെ You know what the സമാധാനമായിരിക്കുന്നത്. Bible says about the peace of God? നിങ്ങൾ ദൈവ സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ The Bible says you'll not have just peace, നിങ്ങൾ വേദപുസ്തകം പറയുന്നു നിങ്ങൾക്ക് സമാധാനം, but you'll have perfect peace. നിങ്ങൾക്ക് പൂർണ്ണ സമാധാനമാണുള്ളത്. Amen. ആമേൻ. In the midst of the storm, നിങ്ങൾ ആ കൊടുങ്കാറ്റിന്റെ നടുവിൽ you'll have perfect peace. നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം ഉണ്ടായിരിക്കും. I declare over you ഞാൻ ഇന്ന് പകൽക്കാൽ നിങ്ങൾക്ക് ഞാൻ കൽപ്പിക്കുകയാണ്, that you won't just have fruit. നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം. You won't just have more fruit. നിങ്ങൾ അധികം ഫലം കൊടുക്കുന്നവരായിരിക്കണം. But I declare over you, because you're abiding in the vine, നിങ്ങൾ ആ മുന്തിരിവള്ളിയിൽ പറ്റിച്ചേർന്നിരിക്കുന്ന കൊമ്പുകളായിരിക്കാലോ you will have much fruit. നിങ്ങൾ അധികം ഫലം I say, get കൊടുക്കുന്നവരായിരിക്കണം. ready now. നിങ്ങൾ അതിനുവേണ്ടി I say, get ഒരുക്കപ്പെടുന്നു. ready now. നിങ്ങൾ അതിനുവേണ്ടി I say, get ഒരുക്കപ്പെടുന്നു. ready now. നിങ്ങൾ അതിനുവേണ്ടി You will ഒരുക്കപ്പെടുന്നു. have much fruit. നിങ്ങൾക്ക് അധികം ഫലം കൊടുക്കേണ്ടത് ആവശ്യമാണ്. Abide in the vine. മുന്തിരിവള്ളിയിൽ ഫലം മുന്തിരിവള്ളി പറ്റിച്ചേർന്നിരിക്കുക. Don't be cut off. നിങ്ങൾ Be വെട്ടുകളയുന്നവരായിരിക്കരുത്. connected. നിങ്ങൾ വളരെയധികമായി When you യോജിച്ചിരിക്കുക. connected to God, ദൈവവുമായിട്ട് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. you will have much fruit. നിങ്ങൾക്ക് അധികം ഫലം കൊടുക്കുവാനായിട്ട് Give the Lord a shout of praise. ഹല്ലേലൂയ. Come on, give the Lord a mighty shout of praise. ദൈവത്തിന് Somebody. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി Give the Lord a പറഞ്ഞാട്ടോ. mighty shout of praise. ദൈവത്തിന് സ്തുതിയോത്രം പറഞ്ഞാട്ടോ. Hallelujah. ഹല്ലേലൂയ. You are going to have much fruit. നിങ്ങൾക്ക് അധികം ഫലം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. Say after me, much fruit. Say after me, much fruit. And how do you say it in your language? അധികം ഫലം. അധികം ഫലം. Adhiya param. We're not going to have lack. നമ്മൾ ഒന്നും കുറവാകുവാൻ പോകുന്നില്ല. We're going to have much fruit. നമുക്ക് അധികം ഫലം Come കൊടുക്കുവാനായിട്ട് on now, ഇടയായിത്തീരും. everybody. We're എല്ലാവരും not going to have lack because we're connected to the vine. നിങ്ങൾ മുന്തിരിവള്ളിയുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്നുവെങ്കിലോ Don't serve the devil. The devil will bring misery. പിശാച് നമുക്ക് ദോഷം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ, തകർച്ചകളോ. Don't serve the devil. പിശാചിനെ നിങ്ങൾ സേവിക്കരുത്. He will bring pain. അവൻ നിങ്ങൾക്ക് വേദന മാത്രമേ തരികയുള്ളൂ.
don't yield to the temptations of the devil, പിശാചിന് താനിക്കുന്ന വശീകരണത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകരുത്. you will live in regret. നിങ്ങൾ നിരാശീനായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. But when you dedicate yourself to God, എന്നാൽ നിങ്ങൾ ദൈവത്തിനാണ് നിങ്ങളെ തന്നെ when you're സമർപ്പിക്കുമ്പോൾ, abiding in the vine, നിങ്ങൾ ആ മുന്തിരിവള്ളിയിൽ നിങ്ങൾ you പറ്റിച്ചേർന്നിരിക്കുന്നുവെങ്കിൽ will be blessed. നിങ്ങൾ Oh, അനുഗ്രഹിക്കപ്പെട്ടവരായി. hallelujah! ഹല്ലേലൂയ, Hallelujah! ഹല്ലേലൂയ. Abide in the vine. മുന്തിരിവള്ളിയിൽ നിങ്ങൾ പറ്റിച്ചേർന്നിരിക്കുക. I didn't even know this. I see Pastor wrote here about the blessings of being a branch. ഇന്നത്തെ ബുള്ളറ്റിനകത്ത് ഒരു ന്യൂസ് നമ്മൾ ഇന്നത്തെ ഉണ്ടായിരുന്ന അബൈഡ് ഇൻ ജീസസ്, മുന്തിരി പറ്റിച്ചേർന്നിരിക്കുന്നുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ. Well, Pastor, you and I, God is speaking to us about the same message. അതേ ഒരേ മെസ്സേജുകളാണ് ദൈവം തന്നുകൊണ്ടേ ഇരിക്കുന്നത്. God is giving us the same revelation. ഒരേ വെളിപ്പാടുകളാണ് ദൈവം തന്നുകൊണ്ടേ ഇരിക്കുന്നത്. We cannot live without the vine. മുന്തിരിവള്ളിക്ക് വെളിയിലായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് We സാധ്യമല്ല. can make no decisions without the vine. മുന്തിരിവള്ളിയിൽ ഇല്ലാതെ ഒരു തീരുമാനം എടുക്കുവാൻ Nothing സാധ്യമല്ല. will happen until we abide in the vine. കൊമ്പായിരിക്കുന്ന മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്നിരിക്കുന്നില്ല എങ്കിലോ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. God bless all of you. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. Amen. Say a prayer. Okay. Stand, everybody. Say after me one more time, much fruit. Turn to your neighbor, say much fruit. Look at the other neighbor, says much fruit. In other words, what we're saying here is you're not going to have little fruit. നിങ്ങൾ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് നിങ്ങൾ അല്പം ഫലം കായ്ക്കുമെന്നല്ല. You're not going to have more fruit. നിങ്ങൾക്ക് അധികം ഫലം കിട്ടുമെന്ന് മാത്രമല്ല, You're going to have much fruit. വളരെയധികം ഫലം ഉണ്ടാകും. Hallelujah. ഹല്ലേലൂയ. That's what happens അതാണ് സംഭവിക്കുന്നത് when you abide in the vine. നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ വസിക്കുമ്പോൾ. Almighty God and Heavenly Father, I thank you today for our Pastor Jaxi, his wife and family. പരിശുദ്ധ പിതാവേ, ഈ പ്രത്യേകമായ സഭയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. I thank you that you gave our pastor the word where the people must abide in the vine. കർത്താവേ, ജനം ദൈവത്തിൽ വസിക്കേണ്ടത് ആവശ്യമെന്നുള്ളതോ നീ വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞങ്ങൾ അങ്ങയെ And സ്തുതിക്കുന്നു. today, Lord, I didn't even read this, but I see that we are talking about the same scripture. കർത്താവേ, ഞാനത് വായിച്ചില്ല എങ്കിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരേ കാര്യമാണ് That ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. means, Lord, you brought me from South Africa to confirm the word in the man of God's കർത്താവേ, heart. ഞാൻ മനസ്സിലാക്കുന്നു നീ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതോ ദൈവദാസന്റെ വചനത്തോടോ നീ ഉറപ്പിക്കുവാനാകും ഞങ്ങൾ അറിയുന്നു. I pray today ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, for everyone in this church, ഈ ചർച്ചിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, all our fathers and our mothers, എല്ലാ മാതാക്കന്മാർ, എല്ലാ പിതാക്കന്മാരോ, all our brothers and our sisters, എല്ലാ സഹോദരന്മാരോ, എല്ലാ സഹോദരിമാരോ, all our children, എല്ലാ കുഞ്ഞുങ്ങളോ, in this day ഈ ദിവസം we are going to bear much fruit. ഞങ്ങൾ അധികം ഫലം കായ്ക്കുന്നവരായി More തീർക്കപ്പെടട്ടെ. fruit. വളരെയധികം ഫലം കായ്ക്കട്ടെ. Much fruit. വളരെയധികം ഫലം More കായ്ക്കട്ടെ. fruit. വളരെയധികം ഫലം Much ഉണ്ടാകട്ടെ. fruit. വളരെയധികം ഫലം More ഉണ്ടാകട്ടെ. fruit. വളരെയധികം ഫലം ഉണ്ടാകട്ടെ. Because we're abiding in the vine. എന്തുകൊണ്ടാണ് ഞങ്ങൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന മുഖാന്തരമായി. Now, Father, പ്രിയ പിതാവേ, bless everyone. എല്ലാവരെയും നീ അവിടുന്ന് As അനുഗ്രഹിച്ചാട്ടോ. we go to communion, ഞങ്ങൾ തിരുമേശയിലേക്ക് കടക്കുന്നതിന് there മുമ്പായിട്ട് is power in the blood. യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. Our prayers will be answered. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. And God will bless us. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. Thank you this morning. നമ്മ ഈ മനോഹരമായ In പകൽക്കാലത്തിന് Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. ആമേൻ. ദയവായിട്ട് ഇരുന്നാട്ട് ദൈവം നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവത്തിന് വചനം സംസാരിച്ച കർത്തദാസൻ പാസ്റ്റർ ക്ലൈവിനോട് അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിനുള്ള നന്ദിയെ ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.